ഹലോ ചെല്ലക്കുട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നാട്ടിൽ തൃശ്ശൂർ എത്തിയതിന് ശേഷം നമ്മൾ രണ്ടുപേരും കൂടെ, അതായത് അനൂപും ഞാനും, അതായത് ഫാമിലി കേട്ടോ, ദിലീപും കാർത്തും എല്ലാവരും രേണും എല്ലാവരും കൂടെ നമ്മൾ ആദ്യമായിട്ട് അവരുടെ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് മാങ്ങോട്ടുകാവാണ്. അങ്ങനെ ഫസ്റ്റ് മാങ്ങോട്ട് പോയിട്ട് നമ്മുടെ എന്താ പറയുക കുടുംബക്ഷേത്രമായ അച്ഛൻ്റെ ക്ഷേത്രം അയ്യപ്പൻകാവാണ് കുത്തനൂർ, അവിടെയും പോകണം. പിന്നെ അമ്മയുടെ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് പെരിങ്ങോട്ടുകാവാണ് കേട്ടോ, എളവഞ്ചേരി പെരിങ്ങോട്ടുകാവ് എന്ന് പറയും. അപ്പോൾ അവിടെയും കൂടെ പോകണം എന്ന് പറഞ്ഞിട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം സമയം ഒരു 6:30 ആ സമയമൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക അധികം ട്രാഫിക്കോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല കേട്ടോ. അപ്പോൾ കല്യാണത്തിന് മുൻപ് തന്നെ രണ്ട് ക്ഷേത്രത്തിലും രണ്ടുപേരും ഒരുമിച്ച് പോയി തൊഴുകാന്ന് കരുതി നമ്മൾ ഒരു നല്ല കാര്യത്തിന് നമ്മൾ ഇതാവുന്ന സമയത്ത് എത്രയൊക്കെ തന്നെ ആയിട്ടുണ്ടെങ്കിലും അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ കുടുംബക്ഷേത്രമായ കുത്തനൂർ അയ്യപ്പൻകാവിൽ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു യാത്ര അവിടെ ഞങ്ങൾ പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു അച്ഛനുള്ള സമയത്ത് നമുക്ക് ഒരിക്കലും അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷമവും അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലും പോയി തൊഴുതിട്ട് ഇപ്പോൾ 3 അമ്പലമായി. അപ്പോൾ മാങ്ങോട്ടുകാവ് അവിടെ എല്ലാവരും ഒരുമിച്ച് പോയി തൊഴുതിട്ട് ദേവിയുടെ അനുഗ്രഹം അയ്യപ്പൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിലും അവരുടെ എല്ലാവരുടെ അനുഗ്രഹവും നമുക്കെന്നും ഉണ്ടെന്നുള്ളത് എനിക്ക് ഒത്തിരി അറിയാം. കാരണം ഞാൻ വിളിക്കുന്ന ഓരോ വിളിയിലും എന്നെ കൂടെ ചേർത്ത് പിടിച്ച് ഇന്ന് വരെ ഇവിടെ വരെ എത്തിച്ചത് അവർ തന്നെയാണ്. ഇങ്ങനെ ഇവരാരും ഇല്ലാതിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ എത്തുകയോ ഒന്നുമില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ അതിൽ ഒത്തിരി വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം നമുക്ക് എന്നും നല്ലത് മാത്രമേ കാണിച്ചു തരികയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എന്നും നല്ലത് മാത്രമേ വരുത്തുകയും സംഭവിക്കുകയും ഉള്ളൂ എന്നുള്ളത് ഞാൻ വേറെ ആരെയും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്കത് വലിയ പാടാണ് കേട്ടോ. അപ്പോൾ കഴിയുന്നതും നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെയും ദ്രോഹിക്കാതെയും നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക, ഉപദ്രവിക്കാൻ പോകരുത്. അത്രേ എനിക്ക് എല്ലാവരോടും പറയാറുള്ളൂ. ഇത് മാത്രം നമ്മൾ ചെയ്താൽ മതി, നമുക്ക് എന്നും നല്ലത് മാത്രം സംഭവിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറെ എന്താ പറയുക, അങ്ങനെ നമ്മൾ കുതിരാൻ്റെ അവിടെ എത്താറായി. പ്രത്യേകിച്ച് വേറെ എന്താ പറയാവുന്ന വേറെ ഒന്നുമില്ല. ഉറക്കം കുറച്ചായി നമുക്ക് നഷ്ടപ്പെട്ടിട്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലച്ചിലായതുകൊണ്ട് ഉറക്കത്തിന് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട് എല്ലാവർക്കും കേട്ടോ. അങ്ങനെ എന്താ പറയുക മാങ്ങോട്ടുകാവ് ഞാൻ ഒറ്റ പ്രാവശ്യമേ പോയിട്ടുള്ളൂ. അത് ഒരുപാട് വർഷങ്ങളായി മാങ്ങോട്ടുകാവ് ഞാൻ പോയിട്ട് കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷമാണ് മാങ്ങോട്ടുകാവിൽ പോകുന്നതിന്. മാങ്ങോട്ടുകാവ് ഇവരുടെ കുടുംബക്ഷേത്രം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒത്തിരി ഇത്. കാരണം അവിടുത്തെ ദേവിയെപ്പറ്റി നമ്മളാർക്കും പറയേണ്ട ആവശ്യമില്ല. ഒത്തിരി വിളിച്ചാൽ വിളിപ്പുറത്ത് കേൾക്കുന്ന ദേവിയാണ് കേട്ടോ. അമ്മയാണ് മാങ്ങോട്ട് ഭഗവതി അമ്മ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പെരിങ്ങോട്ടുകാവ് ഭഗവതി അമ്മ ഭദ്രകാളിയാണ്. അമ്മയായാലും ശരി നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും. അത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഒത്തിരി വർഷത്തിന് ശേഷം പോകാമെന്നുള്ള ആ ഒരു ഇത്. ഇപ്പോൾ അമ്പലം എന്തോ പുതിയതായിട്ട് കെട്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് മാങ്ങോട്ടുകാവ്. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് പെട്ടെന്ന് കയറി തൊഴുകാൻ പറ്റുമോ എന്നൊന്നും അറിയാത്തൊരു യാത്രയിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് എന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം
ഇതുവരെ ഇവിടെ വരെ എത്തിച്ച ദൈവത്തിന് ഒത്തിരി നന്ദി, എനിക്ക് അത്രേ പറയാനുള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹലോ ചെല്ലക്കുട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുക, മാങ്ങോട്ടുകാവ് അമ്പലത്തിലേക്കാണ് കേട്ടോ. ഇവിടുന്ന് ഇന്ന് ഫുള്ള അമ്പലത്തിലോട്ടുള്ള കറക്കങ്ങളാണ്. ഇത്രയും ദിവസം പർച്ചേസിങ്ങിന്റെ കറക്കത്തിലായിരുന്നു, ഇന്ന് അമ്പലത്തിന്റെ കറക്കത്തിലേക്കാണ്. അപ്പൊ ഇതാ എല്ലാവരും ഉറക്കത്തിലാണ്. ഞങ്ങളുടെ ഉറക്കം സത്യം പറഞ്ഞാൽ 1 മാസമായി നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ. അതുകൊണ്ട് എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ അതാ ഓരോ ഭാഗത്ത് ഉറങ്ങുകയാണ്. സഞ്ജമ ഒന്നും കൂടെ നോക്കൂ. മീനു ഇതാ അപ്പുറത്തുണ്ട്, കിങ്ങിണി അപ്പുറത്തുണ്ട്. ഇവരെയൊക്കെ നിങ്ങൾക്ക് ഞാൻ പിന്നീട് പരിചയപ്പെടുത്തി. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ വീഡിയോസിൽ. മീനുവിനെ കാണുന്നില്ല, അവിടെ ഉറങ്ങുന്ന ഒരാള്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ ഇത് ഫ്രണ്ടിലുണ്ട്. ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം ഗായ്സ്. പിന്നെ വേറെ എന്താ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്നൊക്കെ വിശ്വസിക്കുന്നു. നമുക്കിനി അമ്പലത്തിൻ്റെ അവിടെ എത്താറായിട്ടുള്ള കുറച്ചൊക്കെ അവിടെ നിന്ന് കാണിക്കാം. കുഞ്ഞു 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 ക്ലിപ്സ് എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മഴ ഇല്ലാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ തന്നെ ആ ഗ്രാമീണ പ്രകൃതി ഭംഗിയായ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി വരികയെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. രാവിലെ ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകൾ കാണാം. ഓക്കെ, ഒരാളുണ്ട് ഇവിടെ, ഒരാളുണ്ട്. അത് ഇടിപൊളിയാതെ പരക്കാട്ടുകാവ് കഴിഞ്ഞുന്നാ പറഞ്ഞത്. ഇതാണ് കാവശ്ശേരി. ഇവിടെയാണ് അമ്മൂമ്മയുടെ വീട്. ഞാൻ കാണിച്ചു തരാം. ഇടയിൽ കാവശ്ശേരി എത്തിയപ്പോൾ ഞാനും രേണും കൂടെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വാക്ക് കഴിഞ്ഞു ഞാൻ പറഞ്ഞു. അവള് പറയുന്നത് അവർ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളൊരു വാക്കുതർക്കത്തിലായിരുന്നു. ലാസ്റ്റ് ആള് സമ്മതിച്ചു കേട്ടോ. വഴിയൊന്നും കാണാനില്ല. അങ്ങനെ നമ്മൾ മാങ്ങോട്ടുകാവ് എത്തി, തൊഴുതു. കാരണം 2 അമ്പലം പോകുന്നത് കൊണ്ട് തന്നെ കുറച്ച് പെട്ടെന്ന് ആവാന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ്. കാരണം നടയെങ്ങാനും അടയ്ക്കുന്ന മുമ്പ് എല്ലാ അമ്പലത്തിലും എത്തണ്ടേ, അതുകൊണ്ട് കേട്ടോ. അധികം ഒന്നും എടുത്തിട്ടില്ല. എന്നാലും നമ്മൾ പോയ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ക്ലിപ്സുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വരാമല്ലോ ഇവിടേക്കാ. അതുകൊണ്ട് ഞങ്ങൾ നന്നായി തൊഴുതു, ദേവി നന്നായി തൊഴുതു കേട്ടോ. തൊഴുതിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു. കറക്റ്റായിട്ട് ഓർമ്മയില്ല. അതുകൊണ്ട് അപ്പൊ പെട്ടെന്ന് ഇവിടെ നമ്മൾ നേരെ തിരിക്കണം കുട്ടനൂർ കേട്ടോ. അങ്ങനെ അവിടുന്ന് അമ്പലത്തിൽ നമ്മളിതായി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. പക്ഷെ അപ്പോഴത്തെ ഒരു ദിനം ഇപ്പോഴത്തെ ഒരു ദിനം തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും ഒത്തിരി ഇതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അമ്പലം. അങ്ങനെ വരുന്ന സൈഡ് ഇതാ ചുമ്മാ ഒരു കുളം. അതൊക്കെ ചുമ്മാ നമ്മൾ എടുത്തു, അത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് കുളങ്ങളും ഈ പച്ചപ്പും ഇതൊക്കെ തന്നെയല്ലേ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു രസം തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു, അത്രയേ ഉള്ളൂ. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ അവിടെ പോകണം. കുത്തനൂർ പോയിട്ട് അവിടെ അയ്യപ്പനെ, അതായത് അച്ഛൻ്റെ കുടുംബക്ഷേത്രം അയ്യപ്പൻകാവാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണോ എനിക്കറിയില്ല, അയ്യപ്പൻ എന്നും എൻ്റെ കൂടെ എന്നെ ചേർത്ത് പിടിക്കുന്ന ഓരോ നിമിഷവും എനിക്കറിയാം. നമ്മൾ പറയില്ലേ, ഞാൻ പല സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഉറക്കത്തിൽ പോലും ഞാൻ സ്വപ്നം കാണാറുണ്ട്. അപ്പോൾ അയ്യപ്പൻ്റെ ഒരു വല്ലാത്തൊരു ഇത് എനിക്ക് ഉണ്ട്. അതെന്താണെന്ന് അറിയില്ല. എന്നും നിങ്ങൾ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് എനിക്കും അധികം ഇഷ്ടപ്പെട്ടൊരു ദൈവം എന്ന് പറഞ്ഞാൽ അയ്യപ്പനാണ്. എനിക്കിപ്പോൾ എവിടെയെങ്കിലും എന്നെ വിട്ടങ്ങനെ കിടക്കുന്നു. ഫുള്ളായിട്ട് പിടിക്കുന്നത്
അങ്ങനെ ഇപ്പോൾ കണ്ടതാണ് കുത്തന്നൂർ അയ്യപ്പൻകാവ് കേട്ടോ. ഇതൊരു വീട് മാതിരി, ഒരു മന മാതിരിയൊക്കെയാണ്. ഇതാണ് അച്ഛൻ്റെ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ, അതും അച്ഛനില്ലാത്ത സമയത്ത് വരുന്നതുകൊണ്ട് അതിൻ്റേതായിട്ട്, അതാണ് രേണു അതിന് മുമ്പുള്ള അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആളുള്ളപ്പോൾ വരാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല വിഷമം നമുക്കുണ്ടായിരുന്നു. അവിടെ കയറി ചെന്നപ്പോൾ തന്നെ ആ ഒരു വിഷമം നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു. അവിടെയും നമ്മൾ തൊഴുതു, വിളക്കൊക്കെ വെച്ചു. അവിടെ നിന്നിട്ട് നേരെ നമ്മൾ പെരിങ്ങോട്ടുകാവിലോട്ട് പോകുന്ന വഴിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി അവിടെയും കൂടെ തൊഴുത് കഴിഞ്ഞാൽ നമുക്ക് നേരെ തിരിക്കാം. നമ്മൾ വിചാരിച്ചതിലും പെട്ടെന്ന് നമുക്ക് അവിടെ എത്താൻ പറ്റി. എല്ലാം ദൈവത്തിൻ്റെ ഒരു ഇതെന്ന് വിചാരിക്കാം. നമ്മൾ വിചാരിച്ചു നടയടയ്ക്കുമോ അല്ലെങ്കിൽ അമ്പലം അടയ്ക്കുമോ എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഒന്നുമില്ല, എല്ലാം നല്ല രീതിയിൽ നടത്തി. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. കുളം. സോറി, അതാ കുട്ടികളെ എടുക്കുന്നു. അങ്ങനെ നമ്മൾ പെരിങ്ങോട്ടുകാവിലും തൊഴുതു. എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായി നടന്നു. അവിടുന്ന് നേരെ നമ്മൾ തിരിച്ചു കേട്ടോ. ഇനി നേരെ തൃശ്ശൂരിലോട്ടാണ്. എന്താ പറയുക, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്താ പറയുക, കഴിഞ്ഞ വർഷം നമുക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പെരിങ്ങോട്ടുകാവിക്ക്. വർഷത്തിൽ ഒരിക്കലെങ്കിലും കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുകണമെന്നാണ് എല്ലാവരും പറയുക. പക്ഷേ നമുക്ക് ചില സിറ്റുവേഷൻസിൽ നമുക്ക് വരാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് വരാറില്ല. അല്ലാതെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. പിന്നെ അച്ഛൻ നമ്മളെ വിട്ട് പോയിട്ട് 1 വർഷമായിട്ടുണ്ടായിരുന്നു നമ്മൾ നാട്ടിൽ വരുന്ന സമയത്ത്. അതുകൊണ്ടാണ് പോവാതിരുന്നത് കേട്ടോ. പിന്നെ നമുക്കിവിടെ വന്നപ്പോൾ പനിയെല്ലാം പിടിച്ചല്ലോ, അതെല്ലാം കൊണ്ടും നമുക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മൾ മാത്രം അങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ചാൽ എവിടേക്കായാലും
നമുക്ക് പോകാൻ പറ്റില്ല. അവിടെ ഉള്ള ദൈവം പോലും വിചാരിക്കണം നമ്മൾ അങ്ങോട്ട് എത്തണം എന്നുള്ളത്. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ, കഴിഞ്ഞ വർഷം ദേവിക്ക് അമ്മയ്ക്ക് നമ്മളോട് എന്താണ് ദേഷ്യം എന്നൊന്നും അറിയില്ല. പക്ഷേ ഈ വർഷം എന്തായാലും നമ്മൾ ഇതിന് മുന്നേ എന്തായാലും പോയി തൊഴുകാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷമുണ്ട്, എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ പറ്റിയതിൽ. പോട്ടി എന്നോട് ഞാനാണോ നീയാണോ ഇത്ര നേരം ഞാനൊരു ഷർട്ട് പിടിച്ചോണ്ടിരിക്കും. കണ്ടതന്നെ വേണ്ട. ഒരു സൈഡിൽ നിന്ന് മൂവ് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരണം. സൂപ്പർ. നീ എന്നെ മാത്രം മൂവ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് മുഖം അങ്ങനെ അമ്പലത്തിൽ നിന്നെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും രേണുമയ്ക്ക് ഒരുമാതിരി ആയിരുന്നു. അപ്പം നമ്മളൊന്ന് നേരെ ജൂബിലി മിഷനിൽ പോകാൻ പറഞ്ഞു. അങ്ങോട്ട് പോയി വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.